ഓക്കെ, സോ നമ്മൾ എടുക്കാൻ പോണ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് ആൻഡ് കൺവേയൻസിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ ഡ്രാഫ്റ്റിംഗ് ആൻഡ് കൺവേയൻസിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ് കൺവേയൻസിങ്ങും ഡ്രാഫ്റ്റിംഗും ഒക്കെ എന്താ നമ്മൾ ചെയ്യുക? ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺവേയൻസ് ചെയ്യുകയൊക്കെ ചെയ്യാം. കൺവേയൻസിങ് എന്ന് പറയുമ്പോൾ അത് എന്തിനെ കുറിച്ചിട്ടാണ്? ഡീഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ കൺവേയൻസിങ്ങും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം? കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പുതിയൊരു റൈറ്റോ ലയബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേയൻസ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ റൈറ്റോ ലയബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഓണർഷിപ്പിനെ അൾട്ടർ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യുക തുടങ്ങിയ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് കൺവേയൻസ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ കോൺട്രാക്ട് നിലനിൽക്കുന്നത് കൊണ്ട് കൂടി തന്നെ ഏത് ആക്ട് ആണ് അതിന് അപ്ലൈ ചെയ്യുന്നത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കോൺട്രാക്ടിന്റെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ അറിയാം? അവിടെ ഒരു ഓഫർ ഉണ്ടാവും, അവിടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവും. ആ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോമിസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്. ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അപ്പൊ ഓഫറും കോൺട്രാക്റ്റും പ്രോമിസും കൺസിഡറേഷനും ഒക്കെ കൂടുന്ന ഒരു സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എഗ്രിമെന്റ് എന്നാണ്, അല്ലെ? അതിനൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് തന്നെ ലോക്ക് കീഴിൽ എൻഫോഴ്സബിളും ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ അതിനെ കോൺട്രാക്ട് എന്ന് വിളിക്കും. അതുകൊണ്ടാണ് കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൻ എഗ്രിമെന്റ് എൻഫോഴ്സബിൾ ബൈ ലോനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺട്രാക്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോ എന്താണ് പ്രപ്പോസൽ? ഇതൊക്കെ ഡെഫിനിഷൻ ആണ് കേട്ടോ, ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ ഓഫർ. എന്താ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓഫർ. എന്താണ്? ടു ആക്ട് അല്ലെങ്കിൽ ടു ആബ്സിസ്റ്റ് ഫ്രം ആൻ ആക്ട്, ടു ഡു ആൻ ആക്ട് ഓർ നോട്ട് ഡു ആൻ ആക്ട്. അതായത് ആക്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രപ്പോസൽ എന്ന് നമ്മൾ പറയാ. എന്താണ് അപ്പൊ അയാളുടെ ഉദ്ദേശം എന്താ? ഈ പറയപ്പെടുന്ന ഓഫറിന് ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രപ്പോസൽ. എന്താ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രപ്പോസൽ ഒരു ഓഫർ ആണ് ഫോർ ആക്ട് ഓർ ആബ്സിസ്റ്റൻസ് ടു ആൻ ആക്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ഒബ്റ്റെയിൻ അക്സെപ്റ്റൻസ് ഫ്രം ദി അതർ പാർട്ടി. മറ്റേ പാർട്ടിയുടെ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രപ്പോസൽ എന്ന് പറയാ. അപ്പൊ ചുരുക്കത്തിൽ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഡ്രാഫ്റ്റിംഗ് ആയാലും കൺവേയൻസിങ് ആയാലും നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് എൻഫോഴ്സബിൾ ആണോ അല്ലയോ എന്നുള്ളതിന്റെ ബേസിലാണ് ഇത് കോൺട്രാക്ട് ആണോ അല്ലയോ എന്നൊക്കെ മാറുന്നത്. പക്ഷെ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു എഗ്രിമെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ എഗ്രിമെന്റ് ചിലപ്പോൾ എന്താവാം? ഒരു കോൺട്രാക്ട് ആവാം, അല്ലെങ്കിൽ ഡീഡ് ആവാം. ഈ കോൺട്രാക്ട് ആവുന്നത് എങ്ങനെയാ? അത് എൻഫോഴ്സബിൾ ബൈ ലോ ആണെങ്കിൽ കോൺട്രാക്ട് ആവും, ഇത് പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് ഡീഡ് ആവും. ഓക്കെ, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോ ഈ എഗ്രിമെന്റ് എൻഫോഴ്സബിൾ ബൈ ലോ ആണ് കോൺട്രാക്ട് എങ്കിൽ പ്രപ്പോസൽ എന്താണെന്നാ പറയുന്നത്? പ്രപ്പോസൽ ഒരു ഓഫർ ആണ്. ആ ഓഫർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡു ആൻ ആക്ട് ഓർ ആബ്സ്റ്റെയിൻ ഫ്രം ആൻ ആക്ട് ആണ്. അതേപോലെ നമ്മൾ എന്തിനാണ് പ്രപ്പോസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫർ കൊടുക്കുന്നത്? മറ്റേ ആളുടെ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അതിനെ നമ്മൾ ഒരു പ്രപ്പോസൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റൂൾസ് ഗവേണിംഗ് ഓഫർ, ഇതൊക്കെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആട്ടോ. ഇതിന്റെ പകുതി മുക്കാലും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആകാരം. ഓക്കെ, എന്തൊക്കെയാണ് റൂൾസ്? റൂൾസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 10 പറയേണ്ടത് അത് തന്നെയാണ് പറയുന്നത്. അതിന് മുമ്പ് പറയുന്ന സാധനങ്ങൾ എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം. ഓഫർ ചെയ്യുമ്പോൾ അത് പ്രിസൈസ് ആയിരിക്കണം. ദെൻ ഡെഫിനിറ്റ് ആയിരിക്കണം. ഡൗട്ട് വരാൻ പാടില്ല. ഓക്കെ, അത് കംപ്ലീറ്റും ആയിരിക്കണം. എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താ?
ക്ലിയർ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, കംപ്ലീറ്റും ആയിരിക്കണം. അതേപോലെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. മൗനം സമ്മതം എന്നുള്ളതിലൊന്നും നിൽക്കാൻ പറ്റില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓഫർ. അപ്പൊ എന്താ, ക്ലിയർ ആവണം, ഡെഫിനിറ്റ് ആവണം, കംപ്ലീറ്റ് ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റും ചെയ്യണം. അതിനോടൊപ്പം ഇറ്റ് ക്യാൻ ബി എന്താ പറയണേ, ഇംപ്ലൈഡും ആവാം, എക്സ്പ്രസ്ഡും ആവാം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ആക്ടില്. ഒരു ബസ് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് ഒരു ഇംപ്ലൈഡ് ഓഫറാണ്. അത് പറയുകയാണെങ്കിൽ അതൊരു എക്സ്പ്രസ് ഓഫറാണ്. അത് ഇംപ്ലൈഡും ആവാം, എക്സ്പ്രസ്ഡും ആവാം. അത് ജനറലും ആവാം, സ്പെസിഫിക്കും ആവാം. അതെന്താ, അതായത് ഫെയർ ആൻഡ് ലവ്ലി തേച്ചു കഴിഞ്ഞാൽ എല്ലാവരും വെളുക്കും എന്നുള്ളത് ഒരു പബ്ലിക് ഓഫറാണ്, ഒരു ജനറൽ ഓഫറാണ്. അതല്ല, ഞാൻ ഇന്ന ആൾക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെസിഫിക് ഓഫറാണ്. അപ്പൊ എന്താണ് ഓഫറിനെ കുറിച്ച് വേണ്ടത്? ഇത്ര ക്ലിയർ ആവണം, ഡെഫിനിറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കണം, ഇംപ്ലൈഡോ എക്സ്പ്രസോ ആവാം, അതേപോലെ തന്നെ ജനറലോ സ്പെസിഫിക്കോ ആവാം. ഓക്കെ, ഇനി റിവോക്കേഷനെ കുറിച്ചിട്ടാണ് പറയണത്. ഓഫർ ചെയ്തു, ഫൈൻ, പക്ഷെ ഈ ഓഫർ either അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ, റിജക്ട് ചെയ്യാം. അപ്പോൾ പറയണത് റിവോക്കേഷൻ ഓഫറിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, എങ്ങനെയൊക്കെയാ റിവോക്കേറ്റ് ചെയ്യാം? ഒന്നെങ്കിൽ ടൈം ലാപ്സ് ആയ, അതായത് ഞാൻ പറയും ഈ ഓഫർ ഇന്ന തീയതി വരെയുള്ളൂ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ഓട്ടോമാറ്റിക്കലി ടൈമിന്റെ കാര്യം കൊണ്ട് ഡിലേ ആയതുകൊണ്ട് റിവോക്കേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഫെയിലിയർ. എന്താ ഫെയിലിയർ? കണ്ടീഷൻസിലെ ഫെയിലിയർ. കണ്ടീഷൻ പറയും, എന്താ പറയാ, ഇപ്പോ നിങ്ങൾക്ക് CS കോഴ്സ് ജൂലൈ 1 ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 തീയതിയുടെ ഉള്ളിൽ അഡ്മിഷൻ എടുത്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കണ്ടീഷൻ എന്താ, ഈ 15 തീയതി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, 2000 രൂപ തരണം രജിസ്ട്രേഷൻ ആയിട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, അത് ഇതാവും. അതേപോലെ ഡെത്തോ ഇൻസാനിറ്റിയോ സംഭവിക്കുക, അറിയാലോ. അതായത് ഓഫർ, അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന പാർട്ടികളെല്ലാം നമ്മൾ പറഞ്ഞു എന്താ, അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല, ഇൻസ്റ്റോൾമെന്റ് ആവാൻ പാടില്ല, ഒക്കെ പറഞ്ഞു. അതിൽ ഡെത്തോ ഇൻസാനിറ്റിയോ സംഭവിച്ചാലും എന്ത് സംഭവിക്കും, റിവോക്കേറ്റ്, ഓട്ടോമാറ്റിക് റിവോക്കേഷൻ സംഭവിക്കും. അപ്പോ ഈ ഫസ്റ്റ് എന്താ, ഏതെങ്കിലും ഒരു പാർട്ടി എനിക്ക് വേണ്ടാന്ന് പറയാം, അതാണ് ഒന്നാമത്തെ, റിവോക്കേറ്റ് ചെയ്യുക. 2 ടൈം ലാപ്സ് ചെയ്യുക. 3 കണ്ടീഷൻ പാലിക്കാതിരിക്കുക. 4 ഡെത്തോ ഇൻസാനിറ്റിയോ വരും. ഏതൊക്കെ സാഹചര്യത്തിലാണോ ഓഫർ റിവോക്കേറ്റീവ് ആവുക? 1 പാർട്ടി പറയാ എനിക്കിതിൽ താല്പര്യമില്ല, ഓക്കെ. 2 ടൈം ഡിലേ ആവുക. 3 കണ്ടീഷൻ പാലിക്കാതിരിക്കുക. 4 ഡെത്തോ ഇൻസാനിറ്റിയോ സംഭവിക്കുക. ഓക്കെ, ദെൻ ഓഫറും ഇൻവിറ്റേഷൻ ടു ആൻ ഓഫറും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് പറയണത്. ഓക്കെ ഓക്കെ, എന്താണ് ഓഫറും ഇൻവിറ്റേഷൻ ഓഫ് ഓഫറും? ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓക്കെ, ഓഫറും ഇൻവിറ്റേഷനും എന്താ? ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് വാങ്ങുമ്പോ ഇത് കിട്ടും, അല്ലെങ്കിൽ ഇത് വാങ്ങുകയാണെങ്കിൽ ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്താ, ഇന്ന ദിവസം നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇത്ര രൂപയ്ക്ക് കിട്ടും എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻവിറ്റേഷൻ ടു ഓഫർ. ഒന്ന്, ഇത് ശ്രദ്ധിക്കുക, ഒരു ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജ് ഒരു സൂപ്പർ മാർക്കറ്റിലായിരിക്കും, ഫോർ എക്സാമ്പിൾ നെസ്റ്റോ. നൗ ഫ്രിഡ്ജിന്റെ ഓഫർ എന്താ, 10,000 രൂപയ്ക്ക് ഈ ഫ്രിഡ്ജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ദിസ് ഈസ് കോൾഡ് ഓഫർ, അല്ലെ? 10,000 രൂപ തരികയാണെങ്കിൽ ഈ ഫ്രിഡ്ജ് നിങ്ങൾക്ക് തരാം, ഇതാണ് ഓഫർ. ഓക്കെ, ഇൻവിറ്റേഷൻ ടു ഓഫർ എന്താ, 17-ാം തീയതി നിങ്ങൾ നെസ്റ്റോ സന്ദർശിക്കുകയാണെങ്കിൽ ഈ 10,000 രൂപയുടെ ഫ്രിഡ്ജ് നിങ്ങൾക്ക് 9,500 രൂപയ്ക്ക് കിട്ടും എന്ന് പറയുന്നത് ഇത് ഇൻവിറ്റേഷൻ ആണ്. നിങ്ങളോട് വരാനുള്ള ഇതിനെയാണ് നമ്മൾ ഇൻവിറ്റേഷൻ എന്ന് പറയാ. ഓഫർ എന്താ, ആ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് 10,000 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങളോട് വരാൻ പറയുന്നതിന് എന്താ പറയാ, നമ്മള് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ആണ്. അതൊരിക്കലും എന്തല്ല, ഓഫർ ആയിട്ട് കൺസിഡർ ചെയ്യൂല. അല്ലെങ്കിൽ മെഗാ ഡിസ്കൗണ്ട് മേള എന്ന് പറഞ്ഞ് നമ്മൾ നോട്ടീസ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫ്രിഡ്ജ് തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഓഫറാണോ? അല്ല. ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് മേള അവിടെ നടക്കുന്നുണ്ട്, ആ മേളയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്
ഇൻവിറ്റേഷൻ ടു ഓഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താ കൗണ്ടർ ഓഫർ? യെസ്, അതായത് 10,000 രൂപയ്ക്ക് ഞാൻ ഈ ഫ്രിഡ്ജ് തരാമെന്ന് പറയുമ്പോൾ അയാൾ പറയാം 9,000 രൂപയ്ക്ക് ഞാൻ എൻ്റെ അടുത്തുള്ള ഫ്രിഡ്ജ് തരാം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കൗണ്ടർ ഓഫർ. ഓക്കെ, നൗ കംപ്ലീറ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ആണ്. കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്താ? പിന്നെ നമുക്കതിന് മറ്റേ അതിന്റെ പ്രപ്പോസലിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ആ പ്രപ്പോസലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഓഫറിന്റെ മേജർ എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ റിവോക്കേഷൻ ഏതൊക്കെ സാഹചര്യത്തിൽ നടക്കുന്നു നമ്മൾ പറഞ്ഞു. ദെൻ നമ്മള് ഓഫറോ ഇൻവിറ്റേഷൻ ടു ഓഫറിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ കംപ്ലീഷൻ ആൻഡ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. എപ്പോഴാണ് ഓഫർ കംപ്ലീറ്റ് ആവുക, എപ്പോഴാണ് റിവോക്കേഷൻ കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഓഫർ കംപ്ലീറ്റ് ആവുക? വെൻ ഇറ്റ് റീച്ചസ് ദി ഓഫറി. ഓഫറിന്റെ കയ്യിലേക്ക് ഈ ഓഫർ എത്തുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുക? ഓഫർ കംപ്ലീറ്റ് ആവുക. പക്ഷെ അക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? വെൻ ഇറ്റ് റീച്ചസ് ദ ഓഫറർ. ഓക്കെ, അക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? വെൻ ഇറ്റ് റീച്ചസ് ദ ഓഫർ. ഓഫർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? അയാളുടെ അടുത്തേക്ക് അത് അറിഞ്ഞാലേ ഓഫർ കംപ്ലീറ്റ് ആവുള്ളൂ. അക്സെപ്റ്റൻസ് എപ്പോഴാ? ഇയാളെ അറിഞ്ഞാലേ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഓഫറിങ്ങും ലെറ്റർ വഴിയും ഇത് ചെയ്യുന്നു. 2 പേരെടുത്തിരിക്കണു, 2 സ്ഥലങ്ങൾ എടുത്തിരിക്കണു എന്നുള്ളത് മാത്രം. ഓക്കെ, സോ ഓഫർ എപ്പോഴാ കംപ്ലീറ്റ് ആവുക? ഓഫറിലേക്ക് എത്തുമ്പോ, അക്സെപ്റ്റൻസ് ഓഫറർക്ക് എത്തുമ്പോ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ദി ഓഫറി. എന്താണ്? ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ദി ഓഫറി. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഫർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? ഈ ലെറ്റർ എവിടെ എത്തണം? ഓഫറിയുടെ കയ്യിലെത്തണം. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? ഇത് ഇവിടുന്ന് പോസ്റ്റ് ചെയ്താൽ തന്നെ അത് കംപ്ലീറ്റ് ആവും. ഇങ്ങോട്ട് എത്തേണ്ട ആവശ്യമില്ല. ഇവിടെ കൺട്രോളിൽ നിന്ന് പോയാൽ തന്നെ അത് അക്സെപ്റ്റൻസ് ആവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ദ ഓഫറി. ഓഫറിയുടെ കൺട്രോളിൽ നിന്നും പോയാൽ തന്നെ അത് കംപ്ലീറ്റ് ആവും. ഈ റിവോക്കേഷൻ ടിൽ ഇറ്റ് റീച്ചസ് ദ ഓഫറർ. എന്താ? ഈ സാധനം ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾക്ക് അതിന്ന് പിൻവാങ്ങാനുള്ള അവസരമുണ്ട്. മനസ്സിലായോ? അക്സെപ്റ്റൻസ് എപ്പോഴാ കംപ്ലീറ്റ് ആവാ? ഇത് കൺട്രോളിൽ നിന്ന് പോയാൽ തന്നെ അക്സെപ്റ്റൻസ് ആയി. പക്ഷേ നിങ്ങൾക്ക് ഇതിന് പിൻവാങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ റീച്ച് ആവുന്നതിന് മുമ്പ് ഇയാളെ അറിയിച്ചാൽ മതി. ക്ലിയർ ആണോ? യെസ്. നൗ എന്താണ് അക്സെപ്റ്റൻസ് എന്നാണ് പറയുന്നത്? അതൊക്കെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. നമ്മൾ കുറെ പ്രാവശ്യം കേട്ടിട്ടുള്ള സാധനമാണ്. പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അറിയാലോ, ഈ ഡെഫിനിഷൻ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളത്. അക്സെപ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? പ്രോമിസോ അല്ലെങ്കിൽ ഓഫറോ, ഒരു സെറ്റ് ഓഫ് ഓഫറോ അതിനൊരു കൺസിഡറേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അക്സെപ്റ്റൻസിന് എന്തൊക്കെയാണ് വേണ്ടത്? ഓഫറിനുള്ള കണ്ടീഷൻസ് പോലെ അക്സെപ്റ്റൻസിനും കണ്ടീഷൻ എന്താണ്? ആബ്സല്യൂട്ട് ആവണം, അൺക്വാളിഫൈഡ് ആവണം, ഇൻ ദ മോഡ് എങ്ങനെ വേണമോ. അതായത് ഓഡിറ്റിംഗ് ടെർമിനോളജിയിൽ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ ചീത്തതും അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നല്ലതുമാണ്. അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫറിലെ കണ്ടീഷൻ ഒക്കെ അക്സെപ്റ്റഡ് ആവുകയാണെങ്കിൽ അതിനെ അൺക്വാളിഫൈഡ് എന്ന് പറയും. നമ്മളുടെ കൊടുത്ത ഓഫറിൽ എന്തെങ്കിലും ഒരു ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ക്വാളിഫൈഡ് എന്ന് പറയും. ഓക്കെ, സോ ആബ്സല്യൂട്ട് ആവണം, അൺക്വാളിഫൈഡ് ആവണം. ഏത് രീതിയിലാണോ നമുക്ക് തരേണ്ടത് ആ രീതിയിൽ ബോർഡ് പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിൽ തന്നെ തരും വേണം, പറഞ്ഞ ടൈമിന്റെ ഉള്ളിൽ തരും വേണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വേണ്ടേ?
ഫസ്റ്റ് വണ് ആബ്സല്യൂട്ട് ആവണം, അൺക്വാളിഫൈഡ് ആവണം, മോഡ് കറക്റ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ പറഞ്ഞ ടൈമിന്റെ ഉള്ളിലും ആയിരിക്കണം. എങ്കിലാണ് ഒരു അക്സെപ്റ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുകയുള്ളൂ. ഓക്കെ, നൗ കൺസിഡറേഷന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ ആക്ച്വലി നമുക്ക് ഓൾറെഡി കവേർഡ് ആണ്. നൗ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താ, കേട്ടിട്ടുണ്ടാവും അല്ലെ? സംതിങ് ഇൻ റിട്ടേൺ ആണ്. എന്തിന്? ഇൻ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഓക്കെ, അത് പാർട്ടാവാം, പ്രസന്റിലാവാം, ഫ്യൂച്ചറിലാവാം. പാസ്റ്റിലാവാം, പ്രസന്റിലാവാം, ഫ്യൂച്ചറിലാവാം. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡു ഓർ നോട്ട് ടു ഡു എനിത്തിങ്. ഓക്കെ, എങ്ങനെ ആവാം? മണി ആവാം, മണീസ് വർത്തിലും ആവാം. സോ എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ എന്ന് പറഞ്ഞു സംതിങ് ഇൻ റിട്ടേൺ ആണ്. അത് ആരുടെ ഡിസയർ ആണ്? ആരാഗ്രഹിക്കുന്നതാണ് കൺസിഡറേഷൻ? ഓഫറർ ആഗ്രഹിക്കുന്നതാണ് കൺസിഡറേഷൻ. ഓഫർ കൊടുക്കുന്ന ആൾ എത്ര രൂപയാണോ പറയുന്നത് അതാണ് കൺസിഡറേഷൻ. അത് പാസ്റ്റില് മുൻകൂറായിട്ട് തരാം, പ്രസന്റ് ആവാം, ഓർ ഫ്യൂച്ചറും ആവാം. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ആക്ട് ആവാം, ആബ്സിസ്റ്റൻസ് ഫ്രം ആൻ ആക്ട് ആവാം. ഒരു പരിപാടി ചെയ്യാനാവാം, അല്ലെങ്കിൽ ഒരു പരിപാടി ചെയ്യാതെ ഇരിക്കാനും ആവാം. അതേപോലെ അത് പൈസ രൂപത്തിലാവാം, അല്ലെങ്കിൽ കൈൻഡും ആവാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺസിഡറേഷൻ എന്ന് പറയാ. ഓക്കെ, എന്താണ് കൺസിഡറേഷന്റെ എസെൻഷ്യൽസ്? ലീഗൽ ടെൻഡർ ഓഫ് ദ കൺട്രി. എന്താ ലീഗൽ ടെൻഡർ? RBI അപ്രൂവ് ചെയ്ത മെറ്റീരിയലിലൂടെ മാത്രമേ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കാൻ പാടുള്ളൂ, സ്വീകരിക്കാൻ പാടുള്ളൂ. ദെൻ അഡീക്വേറ്റും ആവാം, ഇൻഅഡീക്വേറ്റും ആവാം. ഫോർ എക്സാമ്പിൾ, ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജ് ഞാൻ തരാം, 10,000 രൂപ തന്ന, ഓർ ഈ ഫ്രിഡ്ജ് ഞാൻ തരാം, നീ ഒരു ആക്ട് ചെയ്യാതിരുന്നാൽ. അപ്പൊ ഇതില് ഫ്രിഡ്ജിന്റെ വാല്യൂ ഇപ്പൊ 30,000 ആയിരിക്കും. 30,000 പകരം ഞാൻ 10,000 വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. യഥാർത്ഥത്തിൽ 30,000 തരണമായിരുന്നു. അതാണ് അഡീക്വേറ്റ് എന്ന് പറയുന്നത്. 30,000 മേടിക്കണം അഡീക്വേറ്റ്. 30,000 50,000 10,000 മേടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഅഡീക്വേറ്റ്. അത് നമ്മളുടെ വിഷയമാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടലി ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇതിപ്പോ അതാണ് വല്ലാതെ സ്ട്രെസ് ചെയ്യാത്തത്, നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കോൺട്രാക്ട്, ഓഫർ പഠിച്ചു, എസെൻഷ്യൽസ് ഓഫ് ആൻ ഓഫർ പഠിച്ചു, ഇൻവിറ്റേഷനും സാധാ ഓഫറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു, അക്സെപ്റ്റൻസും അതിന്റെ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു, റിവോക്കേഷൻ പഠിച്ചു, എപ്പോഴാ ഓഫർ കംപ്ലീറ്റ് ആവുക എന്നുള്ളത് പഠിച്ചു, എപ്പോഴാ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുക എന്നുള്ളത് പഠിച്ചു, എന്താണ് കൺസിഡറേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്തായാലും എനിക്ക് അറിയണമായിരിക്കും. തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോ ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടികൾക്ക് മാത്രമേ കംപ്ലൈന്റ് കൊടുക്കാനുള്ള അധികാരമുള്ളൂ, മൂന്നാമതൊരാൾക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള അധികാരമില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡോക്ട്രീൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ എന്താണ് പറയുന്നത്? എ തേർഡ് പാർട്ടി ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ അപ്പോൺ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്. മൂന്നാമതൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിനെതിരെ സ്യൂ ചെയ്യാനുള്ള അധികാരം ഇല്ല. ബട്ട് ചില സാഹചര്യങ്ങളിൽ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എന്തായിരിക്കും? ട്രസ്റ്റ് റിലേഷൻ. ട്രസ്റ്റ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ട്രസ്റ്റ്? എന്താണ് ട്രസ്റ്റ്? അങ്ങനെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. എന്താ ട്രസ്റ്റ്? അതായത് ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക? ഒരു ട്രസ്റ്റ് ഉണ്ടാവും, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും, ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാവും, ഒരു ട്രസ്റ്റി ഉണ്ടാവും. ഓക്കെ, ആക്ച്വലി എങ്ങനെയാണ് ട്രസ്റ്റിന്റെ വർക്കിംഗ്? അതായത് ഫസൽ ഗഫൂർ MES ട്രസ്റ്റ് ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാ? ഓക്കെ, നൗ ഇതിന്റെ ട്രസ്റ്റി ആരാ? ഒരു വ്യക്തി ഉണ്ടാവും. ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? മുസ്ലിം സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാ, അല്ലേ?
ഇവരുടെ ബെനഫിഷ്യറി ആരാ? ഇവരാണ്, മുസ്ലിം സൊസൈറ്റിയാണ്. മുസ്ലിം സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഫസൽ ഗഫൂർ MES എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കറക്റ്റ് ആണല്ലോ. സോ ട്രസ്റ്റ് ഡീഡ് ആരൊക്കെ തമ്മിലാ? ട്രസ്റ്റും ട്രസ്റ്റിയും തമ്മിലാണ് ഡീഡ് ഉള്ളത്. ഓക്കെ, പക്ഷെ ആരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാ? ബെനഫിഷ്യറിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാ. ഇയാളെ പേരെന്താ? ബെനഫിഷ്യറി. ആർക്കാണോ ഗുണം കിട്ടുന്നത് അയാളാണ് ബെനഫിഷ്യറി. ഓക്കെ, മുസ്ലിം സൊസൈറ്റിയാണ് ബെനഫിഷ്യറി. ഇൻ കേസ് മുസ്ലിം സൊസൈറ്റിക്ക് എന്തെങ്കിലും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാം, അതിൽ പ്രശ്നമില്ല. അപ്പൊ എന്താണ് ട്രസ്റ്റ് റിലേഷനില് ആരാണ്? ട്രസ്റ്റിന്റെ ക്രിയേറ്റർ ട്രസ്റ്റ് ഫോം ചെയ്യും. ഈ ക്രിയേറ്ററും ട്രസ്റ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് ട്രസ്റ്റ് ഡീഡ്. ഓക്കെ, സോ ഇവര് രണ്ടുപേർക്ക് സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ. പക്ഷെ ട്രസ്റ്റ് റിലേഷനിൽ ഒരാൾക്ക് കൂടെ സ്യൂ ചെയ്യാം. ആർക്കാണത്? ബെനഫിഷ്യറിക്ക്. ബെനഫിഷ്യറി തേർഡ് പാർട്ടിയാണ്. അവർക്ക് അതിനുള്ള സേവനം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സ്യൂ ചെയ്യാവുന്നതാണ് ഇൻ ട്രസ്റ്റ് റിലേഷൻ. ക്ലിയർ ആണോ? നൗ ഫാമിലി സെറ്റിൽമെന്റ്സ്. ഫാമിലി സെറ്റിൽമെന്റ്സ്. ഫാമിലി സെറ്റിൽമെന്റ്സ് എന്താ? ഫാമിലി സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞ ദാദാദാദി ഒന്നും നോക്കണ്ട. അത് ഫാമിലി സെറ്റിൽമെന്റ്സ് എന്താ പറയാ? ഫാമിലി സെറ്റിൽമെന്റ്സ് എന്താ? യെസ്, ഫാമിലി സെറ്റിൽമെന്റ്സ്. പാർട്ടീഷൻ അതാണോ ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ പാർട്ടീഷൻ എങ്ങനെയായിരിക്കും? ഫാദർ മക്കൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. ഭാര്യയ്ക്ക് പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്, മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മകൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു മകന് കിട്ടിയിട്ടില്ലെങ്കിൽ ആ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇത് കൊടുക്കാം, കേസ് കൊടുക്കാം. സോ രണ്ട് എക്സെപ്ഷൻസ് ഏതാ? നൗ ഇനി ഫാമിലി സെറ്റിൽമെന്റ്സിൽ ഒരു സാധനത്തിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? എഗ്രിമെന്റ് ഇൻ റൈറ്റിങ്ങും അത് രജിസ്റ്റേർഡുമാണ്, ബട്ട് അത് നാച്ചുറൽ ലവിന്റെ പുറത്താണ്. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷന്റെ പുറത്താണ്. ഇൻ നിയർ റിലേഷൻ ടു ഈച്ച് അതറും ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? അത് ഇതിന്റെ എക്സെപ്ഷൻ. അതായത് അവിടെ തേർഡ് പാർട്ടിക്ക് സ്യൂ ചെയ്യാൻ പറ്റില്ല. എന്താണ്? എന്താണ് നാച്ചുറൽ ലവ്? ഇപ്പൊ എനിക്കുള്ള സ്നേഹം കാരണം ഞാൻ ദാനം കൊടുക്കുകയാണ് ഒരു മകന് എങ്കിൽ അതിന് എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് വേറൊരു മകന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ചോദ്യം ചെയ്യാനോ സ്യൂ ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പറയണത്. ഓക്കെ, അപ്പൊ എന്താണ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ? എന്താണത്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഇതിലുള്ളത്? ട്രസ്റ്റ് ഉണ്ട്, ഫാമിലി സെറ്റിൽമെന്റ്സ് ഉണ്ട്. അതിൽ എക്സെപ്റ്റൻസ് ചെയ്തതാണ് അത് വേറെ.
ഫാസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു എഗ്രിമെന്റിൽ നടന്ന ആക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വന്നിട്ട് സ്യൂ ചെയ്യാൻ പറ്റൂല. ദെൻ കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഏജൻസിയുടെ കാര്യത്തിൽ എന്താ, തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ് അല്ലെ. ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും, ഒരു ഏജന്റ് ഉണ്ടാവും, ഒരു ബയ്യറും ഉണ്ടാവും. അതാണല്ലോ ഏജൻസി എന്ന് പറഞ്ഞാൽ. എന്റെ അടുത്തൊരു കുഡ്സ് ഉണ്ട്, ഞാൻ ആ സാധനം വിൽക്കാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിക്കണു, അയാള് വേറൊരാൾക്ക് വിൽക്കണു, ആ തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ എനിക്കെതിരെ സ്യൂ ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, കോൺട്രാക്ട് ഓഫ് ഏജൻസി. ദെൻ ടൈം ബാർഡ് സ്യൂട്ട്. എന്താ ടൈം ബാർഡ് സ്യൂട്ട്? അതായത് സ്യൂട്ട് കോൺട്രാക്ട് ഓഫ് വാറന്റി ഒക്കെ വരുമ്പോ എങ്ങനെ, കോൺട്രാക്ട് ഓഫ് വാറന്റി വരുമ്പോ എന്താണ്, നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു നിശ്ചിത ടൈമിന്റെ ഉള്ളിൽ, ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള വാറന്റി ഞങ്ങൾ തരാന്നുണ്ടാവും. അങ്ങനെ തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ നമുക്കെതിരെ സ്യൂ ചെയ്യാം. അപ്പൊ ഏതൊക്കെയാ കേസുകൾ വരുന്നത്? ഒന്നല്ല, ഇത് മാത്രമാണ് കേട്ടോ എക്സെപ്ഷൻ. ഇത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ മറ്റേ പോയിന്റാണ്. ഫസ്റ്റ് വൺ ഏതാ? ട്രസ്റ്റ് റിലേഷന്, ഫാമിലി സെറ്റിൽമെന്റ്സ്, അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഫാസ്റ്റ് ആക്ട് ഡണ്ണ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി, ടൈം ബാർഡ് സ്യൂട്ട്. അതടുത്ത ടോപ്പിക്കാണ്. ഓക്കെ, നൗ അടുത്തത് പറയണ എന്താണ് കൊയേഷൻ എന്നുള്ളതാണ്. എന്താ കൊയേഷൻ? നമ്മള് വേറൊരു പാർട്ടിനെ ത്രട്ടൺ ചെയ്തിട്ട് ഒരു ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കൊയേഷൻ. എന്താണ്? എ പാർട്ടി ത്രട്ടൻസ് ദ അതർ പാർട്ടി ടു കമ്മിറ്റ് ആൻ ആക്ട്. ഒരു ആക്ട് ചെയ്യാനോ ചെയ്യാതിരിക്കണോ, അവിടെ ചെയ്യാതിരിക്കാനും ഉണ്ട് കേട്ടോ. ഒരു ആക്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാൻ വേണ്ടിയോ നമ്മൾ ഒരു വ്യക്തിനെ ത്രട്ടൺ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കൊയേഷൻ. ആൻഡ് കൊയേഷന്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്താ? ഇറ്റ് ഈസ് വോയിഡബിൾ. അതായത് ത്രട്ടൺ ചെയ്യിപ്പിച്ച ആരെയാണോ ത്രട്ടൺ ചെയ്ത് അയാൾക്ക് പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് അതിനെ വോയിഡബിൾ എന്ന് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താ, അതാണ് ഇവിടെ പറയുന്നത്. വോയിഡ് എപ്പോഴാ? അയാൾ സ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വോയിഡ് ആണ്. എപ്പോഴാ വാലിഡ്? വെൻ നോട്ട് സ്യൂഡ് അപ്പോൺ. സ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അത് വാലിഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താ പറയണേ? അതായത് നമ്മളുടെ റിലേഷൻഷിപ്പ്, അച്ഛൻ മകനെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യാന്നൊക്കെ പറയണേ. എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇസ് സച്ച് വേർ വൺ പാർട്ടി ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ പാർട്ടി. അതായത് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ അപ്പ പറയുമ്പോ നമ്മൾ ചിലപ്പോ കേൾക്കും, ഞമ്മക്കത് താല്പര്യമില്ലെങ്കിൽ പോലും. അപ്പൊ എന്താണ് പറയണേ? വൺ പാർട്ടി ഹാസ് എ റിലേഷൻഷിപ്പ് വിത്ത് അനദർ പാർട്ടി ഇൻ സച്ച് എ വേ ദാറ്റ് ഹി ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് അനദർ പാർട്ടി. മറ്റേ പാർട്ടീനെ ഡോമിനേറ്റ് ചെയ്യാവുന്ന ഒരു പൊസിഷനിലാണ് ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് വിളിക്കുക. അതും എന്ത് കോൺട്രാക്ട് ആണ്? വോയിഡബിൾ ആണ്. എന്താ വോയിഡബിൾ എന്ന് പറയാൻ കാരണം? വോയിഡബിൾ എന്ന് പറയാൻ കാരണം എന്താ? സ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വോയിഡ്, ഇല്ലെങ്കിൽ അത് വാലിഡ് ആണ് എന്നുള്ളത്. ദെൻ അവിടെ എന്ത് വേണം? എന്ത് തരം റിലേഷൻഷിപ്പ് വേണം? ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് വേണം. ഓക്കെ, ദെൻ മെന്റൽ കപ്പാസിറ്റി ഈസ് അഫക്റ്റഡ് ടെമ്പററിലി ഓർ പെർമനന്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, ഓക്കെ. അപ്പൊ എന്താ പറയണേ? നമുക്കൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് വേണം? അയാളുമായിട്ട് എന്ത് വേണം? ഒരു ഫിഡൂഷ്യറി റിലേഷൻ. എന്താ ഫിഡൂഷ്യറി? അയാൾക്ക് ഒരിക്കലും തട്ടിക്കളയാൻ പറ്റാത്ത ഒരു ആളായിരിക്കണം നമ്മള് എന്നുള്ളതാണ്. ദെൻ എന്താ മെന്റൽ കപ്പാസിറ്റി ഈസ് എഫക്റ്റഡ് ടെമ്പററിലി ഓർ പെർമനന്റ് എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു അൺസൗണ്ട് മൈൻഡുള്ള ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്താലും അതെന്താവും? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ദെൻ ഫ്രോഡ്. എന്താ ഫ്രോഡ്? എനി ആക്ട് വിത്ത് ദ ഇന്റന്റ് ടു ഡിസീവ് ദ അതർ പാർട്ടി. മറ്റേ ആളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താന്നാ പറയാ? ഫ്രോഡ് എന്നാണ് പറയാ. ബട്ട് ഫ്രോഡ് എന്താണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വോയിഡ്. വോയിഡബിൾ അല്ല. എന്തെന്നാ പറഞ്ഞ?
വോയിഡ് ആണ് എന്നാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ്, വേറൊരു പാർട്ടീനെ ഡിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഫ്രോഡ് എന്നാണ് പറയാ. ഫ്രോഡ് കംപ്ലീറ്റ്ലി വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ മിസ്റെപ്രസെന്റേഷൻ. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഇൻകറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയാം. എന്താണ്? ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻകറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയാ. അപ്പൊ മിസ്റെപ്രസെന്റേഷൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയാം. ഫസ്റ്റ്, നമ്മൾ അറിയാതെ നമ്മൾ ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണ് അല്ലെങ്കിൽ പറയുകയാണ്. നമ്മൾ അറിയാതെ ഓഫർ ഹിംസെൽഫ് ഈസ് അൺഅവെയർ ഓഫ് ദ കറക്റ്റ് ഫാക്ട്സ്. കറക്റ്റ് ആണ് എന്നുള്ളത് ഓഫർ ചെയ്യുമ്പോൾ ഓഫർക്ക് തന്നെ അറിയില്ല. അങ്ങനെ നമ്മൾ അറിയാതെ പറ്റിപ്പോകുന്ന ഒരു സാധനമാണെങ്കിൽ എന്താണ് ചെയ്യുക? റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒറിജിനൽ റൈറ്റ്സ്. എന്താ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒറിജിനൽ റൈറ്റ്സ്? തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ റെമഡി. ബട്ട് അത് വിൽഫുൾ ആണെങ്കിലോ? ഓഫറർ ഈസ് അവെയർ ഓഫ് ദ കറക്റ്റ് ഫാക്ട് ബട്ട് സ്റ്റിൽ മിസ്യൂസസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫർ എന്തായി മാറും? വോയിഡ് ആയി മാറും. കോമ്പൻസേഷൻ കൊടുക്കേണ്ടിയും വരും. ക്ലിയർ ആണോ? അപ്പൊ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ പറയാ? മിസ്റെപ്രസെന്റേഷൻ എന്നാണ് പറയാ. മിസ്റെപ്രസെന്റേഷൻ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഏതൊക്കെ രീതിയിലാണ് മിസ്റെപ്രസെന്റേഷൻ സംഭവിക്കുക? ഒന്ന് ഇന്നസെന്റ് ആവാം, അല്ലെങ്കിൽ വിൽഫുൾ ആവാം. ഇന്നസെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓഫറർക്ക് അറിയില്ല ഇത് ഇൻകറക്റ്റ് ആണ് എന്നുള്ളത്. ആ സാഹചര്യത്തിൽ റെസ്റ്റിറ്റ്യൂഷനിലൂടെ അതിനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതായത് അതിന്റെ റൈറ്റ് ഒക്കെ റീക്ലെയിം ചെയ്ത് കൊടുത്ത് ശരിയാക്കാവുന്നതാണ്. പക്ഷേ വിൽഫുൾ ആണെങ്കിൽ അത് വോയിഡ് ആയിട്ട് മാറും. Then mistake. Next one is mistake. Now, ലോന്റെ മിസ്റ്റേക്ക് ആണെങ്കിലോ, ഡ്രാഫ്റ്റ് ചെയ്ത ലോയെ മിസ്റ്റേക്ക് ആണെങ്കിൽ കോൺട്രാക്ട് ഇസ് സ്റ്റിൽ വാലിഡ്. ഓക്കെ, ഡാമേജിന് എന്താ ചെയ്യാ? കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല, ലോയുടെ മിസ്റ്റേക്ക് ആണ്. ലോ ഡ്രാഫ്റ്റ് ചെയ്യുന്നവർ വരുത്തിയ മിസ്റ്റേക്കിന് കോൺട്രാക്ട് വാലിഡ് ആണ്. അതിൽ വരുന്ന ഡാമേജുകൾ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം എന്നുള്ളത് മാത്രം. ഇനി ഫാക്ച്വൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ വരും. ഒന്നെങ്കിൽ യൂണിലാറ്ററൽ ആവാം, ബൈലാറ്ററൽ ആവാം. അതായത് ഒരു പാർട്ടിക്ക് മാത്രം മിസ്റ്റേക്ക് പറ്റാം, അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കും മിസ്റ്റേക്ക് പറ്റാം. അതാണ് യൂണിലാറ്ററലും ബൈലാറ്ററലും. അപ്പോ സിംഗിൾ പാർട്ടിയുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ എന്താ? അത് സ്റ്റിൽ വാലിഡ് ആണ്. ബോത്ത് പാർട്ടി ഓഫ് ദ കോൺട്രാക്ട് ആ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വോയിഡ് ആണ്. ഓക്കെ, സോ എന്താ പറഞ്ഞ? മിസ്റ്റേക്ക് രണ്ട് രീതിയിലുണ്ട്. ലോയിൽ വന്ന മിസ്റ്റേക്കും ആവാം, ഫാക്റ്റിൽ വന്ന മിസ്റ്റേക്കും ആവാം. ലോയിൽ വന്ന മിസ്റ്റേക്ക് ആണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് കംപ്ലീറ്റ്ലി വാലിഡ് ആണ്, നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാം. പക്ഷെ ഫാക്റ്റിൽ വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ രണ്ട് രീതിയിൽ മിസ്റ്റേക്ക് വരാം. യൂണിലാറ്ററൽ ആയിട്ടുള്ള മിസ്റ്റേക്കും വരാം, ബൈലാറ്ററൽ ആയിട്ടുള്ള മിസ്റ്റേക്കും വരാം. യൂണിലാറ്ററൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിയതാവാം, മറ്റത് രണ്ട് പാർട്ടിക്കും മിസ്റ്റേക്ക് പറ്റി. ഒരു പാർട്ടിക്കുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ സ്റ്റിൽ അത് വാലിഡ് ആണ്. ബട്ട് രണ്ട് പാർട്ടിക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വോയിഡ് ആയിട്ട് മാറും. Then competency of the parties. Contracting party must be competent to enter into a contract. നമ്മൾ ആ മൈനറിന്റെയും ഇതിന്റെയൊക്കെ കേസുകൾ പറയാൻ പോവാണ്. സോ എന്താണത്? ഏതൊക്കെ പാർട്ടീസിനാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആർക്കൊക്കെ കോമ്പീറ്റന്റ് അല്ല നമുക്ക് അറിയുന്നതാണ്. ഇതും നമ്മൾ ഓൾറെഡി കവേർഡ് ആണ്. മൈനോറിറ്റി അറിയാം, ലെസ് ദാൻ 18 years ഓഫ് ഏജ് ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ നേരിട്ട് ഏർപ്പെടാൻ പറ്റില്ല. ത്രൂ ഗാർഡിയനും മറ്റു വഴിയിലൂടെയൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യാം. ദെൻ അൺസൗണ്ട് മൈൻഡ് എന്താണെന്നറിയാം. ഒരു സ്റ്റേബിൾ മൈൻഡ് ഇല്ലാത്തൊരു വ്യക്തിനെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയാ. ഓക്കെ ഓക്കെ യെസ്. അതായത് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ വാലിഡ്, ഡിസയറസ് സ്റ്റേറ്റ് ആണെങ്കിൽ വോയിഡ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? സ്വബോധത്തിൽ ഇരിക്കുന്ന സമയത്താണ് കോൺട്രാക്ട് എൻ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് കോൺട്രാക്ട് ഈസ് വാലിഡ്. അല്ലാത്ത സമയത്തുള്ളത് മാത്രമാണ് വോയിഡ്. ഓക്കെ. ദെൻ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. നമുക്കറിയാം എന്താ? ഏലിയൻ എനിമീസ്, ശത്രു രാജ്യം തോടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് അല്ല. അതേപോലെ തന്നെ ഫോറിൻ സോവറീൻസ് ഓർ അംബാസിഡേഴ്സ്, അവർക്കൊന്നും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള അവകാശമില്ല. അതേപോലെ എസ്റ്റേറ്റ്സ് അണ്ടർ ലാൻഡ് റവന്യൂ ആക്ട്, ലാൻഡ് റവന്യൂ ആക്ടിന് കീഴിലുള്ള എസ്റ്റേറ്റുകൾക്ക്, അതായത് കളക്ടർ, അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോൺട്രാക്റ്റുകളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ആണ് പറയുന്നത്. സോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എന്താ, നമ്മളിപ്പോ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? എഗ്രിമെന്റ് എന്താ, കോൺട്രാക്ട് എന്താ, ഓഫർ എന്താണ്, ആ ഓഫറിൽ എസെൻഷ്യൽ എലമെന്റ്സ് എന്താണ്, അക്സെപ്റ്റൻസ് എന്താണ്, അക്സെപ്റ്റൻസിൽ എസെൻഷ്യൽ എലമെന്റ്സ് എന്താണ്, ദെൻ പ്രപ്പോസലിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, കൺസിഡറേഷന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ദെൻ എസെൻഷ്യൽസ് അല്ല കൺസിഡറേഷന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഓഫർ എപ്പോഴാ കംപ്ലീറ്റ് ആവും, അക്സെപ്റ്റൻസ് എപ്പോഴാ കംപ്ലീറ്റ് ആവും, റിവോക്കേഷൻ എപ്പോ കംപ്ലീറ്റ് ആവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഡോക്ട്രീൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് നമ്മൾ പറഞ്ഞു. ഡോക്ട്രീൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിനുള്ള എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മള് കൊയേഷനെ കുറിച്ച് പറഞ്ഞു, അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞു, മിസ്റെപ്രസെന്റേഷനെ കുറിച്ച് പറഞ്ഞു, മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ. ദെൻ ആർക്കൊക്കെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ആർക്കൊക്കെ ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ളത്? മൈനർക്ക് പറ്റില്ല, അൺസൗണ്ട് മൈൻഡിന് പറ്റില്ല, അതേപോലെ തന്നെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോക്കും പറ്റില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇവിടെ നിർത്താം. എന്നിട്ട് ഈ സാധനം അല്ല, അത് ആന് പിടിക്കാൻ പറ്റൂല. ഈ ചാപ്റ്റർ ആഞ്ഞു പിടിക്കാൻ പറ്റില്ല. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമുക്കൊന്ന് റെഫർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ 20 മാർക്കോളം വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് അങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ട് സാധനം തീർത്തിട്ടാണ് പോകാൻ പറ്റൂല. ഓക്കെ. ഇതിന് മുമ്പത്തെ ചാപ്റ്ററിനാകെ 2 മാർക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കുഴപ്പമില്ലാതെ പോകാം. പക്ഷെ ഈ ചാപ്റ്റർ നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് റെഫർ ചെയ്ത് മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ. സോ യെസ്, അപ്പോ ഇതുവരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏതുവരെയാണ്? കണ്ടിൻജന്റ് കോൺട്രാക്ട് വരെ നമ്മൾ എടുത്തു. അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഇതില് കുറച്ചും കൂടി സ്പെസിഫിക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓഫറുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടാവും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫറുകൾ ഏതാണ്, പിന്നെ റിവോക്കേഷൻ വരുന്നതിന് കുറെ സമയപരിധികളുണ്ട് റിവോക്ക് ചെയ്യാനുള്ള, അങ്ങനത്തെ സാധനം. അതെ, ഇത് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മളത് ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഇത് ജസ്റ്റ് ഒരു സിനോപ്സിസ് പോലെ എടുത്തതാണ്. ഓക്കെ. യെസ്, എന്നാ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിരുന്ന ടെക്സ്റ്റ് എടുക്കാം അല്ലെ. യെസ്. ദെൻ നമ്മളിവിടെ പറയണത് കണ്ടിൻജന്റ് കോൺട്രാക്ട് ആണ്. കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഫ്യൂച്ചറിലെ ഒരു ആക്ടിനോ നോൺ ഹാപ്പനിങ് ഓഫ് ഇവന്റിനെയോ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയും. എന്താണ്? ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ആക്ട് സംഭവം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ ബേസിലാണ് നമ്മളുടെ എഗ്രിമെന്റ് എങ്കിൽ അതിനെ നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്നാണ് പറയുക. ബെറ്റ്, ലോട്ടറി, ഈ വക സാധനങ്ങൾ. ഓക്കെ. സോ അത് നോർമൽ കേസസിൽ വാലിഡ് ആണ്, പക്ഷെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ വോയിഡ് ആണ്. എന്താ ഇമ്പോസിബിൾ? നാളെ ഞാൻ ചന്ദ്രനെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 5000 രൂപ തരാം.
സോ ഇമ്പോസിബിൾ ആണ്, നടക്കാത്ത പരിപാടിയാണ്. അപ്പോ അത് വോയിഡ് ആണ്. അല്ലാത്ത നോർമൽ കേസിൽ അത് വാലിഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. ടോപ്പ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കണം. യെസ്, നമുക്ക് ഇവിടെ നിർത്താം. ഇതുവരെയാണ് നമ്മളുടെ ബേസ്, നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് വന്ന സാധനം. ഇനി ടോപ്പ് വരും ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനത്തെ സാധനങ്ങളാണ് ഇനി വരാനുള്ളത്. എന്ത്? ആ സോ നമുക്കത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കണം. ഓക്കെ, അപ്പോ എങ്ങനെ ചേർക്കാം? ഓക്കെ, ടോട്ടലി ഡ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ പണിയില്ല, പെട്ടെന്ന് എക്സംഷനൊക്കെ അടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ വേർഡിംഗ് ആണ് പ്രശ്നം. യെസ്, ജൂസ് സ്റ്റുഡൻസ്. പക്ഷെ ഇത് പക്ഷെ അത്രക്ക് വലിയ സംഭവമൊന്നുമല്ല. മറ്റേ രണ്ട് പാടം നോക്കിയോ? എന്താണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്? ആക്ക് ഒരു മെറ്റീരിയൽ എടുക്കുക, ആ മെറ്റീരിയൽ ഫുൾ അൺബൈൻഡ് ചെയ്യുക. അൺബൈൻഡ് ചെയ്തതിന് ശേഷം ഫുൾ എന്ത് ചെയ്യുക, സ്റ്റാമ്പ് അൺബൈൻഡ് ചെയ്ത് വെക്കുക. ഫുള്ള് ചട്ടൊക്കെ എടുത്ത് മാറ്റി അൺബൈൻഡ് ചെയ്യുക. അൺബൈൻഡ് ചെയ്തതിന് ശേഷം അത് വായിച്ചിട്ട് ഇൻഡെക്സ്, എൻ്റെ ഇൻഡെക്സിന്റെ പേജുകൾ ഉണ്ടാക്കിയിട്ട് ഇൻഡെക്സ് ആദ്യം കൊണ്ട് വെക്കുക. ബുക്കിന്റെ പുറത്ത് ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അത് ബൈൻഡ് ചെയ്യുക. എന്നിട്ട് ആ ഒറ്റ ബുക്ക് കൊണ്ടുപോവുക.
അതെ, ഇതില് പല ടൈപ്പ് ഓഫറുകളെ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത റിവോക്കേഷൻ, ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫർ, കമ്മ്യൂണിക്കേഷൻ, പിന്നെ കംപ്ലീഷൻ ഓഫ് നമ്മളെടുത്ത വാലിഡ് അക്സെപ്റ്റൻസ്, അബ്സല്യൂട്ട് അൺക്വാളിഫൈഡ്, കൺസിഡറേഷൻ, പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ, എക്സെപ്ഷൻസ്, എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്സ്, വാട്ട് ഈസ് കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതൊന്ന് വായിച്ചു നോക്കണം. അതല്ല, ഈ പാഠം, അതായത് നമുക്ക് വെയിറ്റേജ് ഉള്ള പാഠങ്ങള് നമുക്ക് ഒന്നുകൂടി ഒരു ഡെപ്ത് കിട്ടണം. കാരണം എന്താ വെച്ചാ ഈ വേർഡിങ്സേ നമുക്ക് അർത്ഥം മനസ്സിലാവും, പക്ഷെ നമുക്ക് ആ വേർഡിങ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഇതാക്കി എടുക്കണം. ഇല്ല, ഒന്നും മിസ്സായിട്ടില്ല. കണ്ടിൻജന്റ്. സോ ഇതാണ്. ഇനി ഇതാ ഈ പാർട്ട് ബി ആണ് നമുക്ക്. യെസ്, ഈ പാർട്ട് ബി എന്നാണ് നമുക്ക് എന്ത് വേണ്ട, കുറച്ചുകൂടി ഡെപ്തിൽ പോകേണ്ട സാധനങ്ങൾ. ഏതിന്റെ? ഈ ചാപ്റ്ററിന്റെ പാർട്ട് ബി. അതായത് പറയല്ലോ ടോപ്പൊക്കെ വരുന്ന ഇനി അങ്ങോട്ട്, അതായത് ഇതുവരെ നമ്മൾ ഓൾറെഡി കണ്ടു കേട്ട് വളർന്ന സാധനങ്ങളാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ഇനി അങ്ങോട്ട് മുന്നോട്ടേക്കുള്ള ആ സാധനം ഈ ചാപ്റ്ററിൽ വരുന്നത് ഫുള്ള് പല ആക്ടുകളും അതിൽ പറയുന്ന റൂളുകളും കാര്യങ്ങളും. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അതിന്റെ ബേസ് ആണ്. പ്രധാനമായിട്ടും നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കി പിന്നുള്ളത് 12ഉം 13ാമത്തെയും ചാപ്റ്റർ. കാരണം ഈ 2 ചാപ്റ്ററിൽ ഏകദേശം നമുക്ക് 10-50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ജനറൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, മറ്റതും ഉണ്ട്. ഇപ്പൊ അതായത് എന്താണ് പ്രപ്പോസൽ, എന്താണ് ഓഫർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫർ, റൂൾസ് ഓഫ് ഓഫർ, അതായത് ക്ലിയർ, ഡെഫിനിറ്റ്, കംപ്ലീറ്റ് ആവണം, ഇങ്ങനത്തെ സാധനം. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്താണ്, വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്താണ്, കൺസിഡറേഷൻ എന്താണ്, ഇനി പിന്നെ മറ്റതും ഉണ്ടാവും. കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്താണ്, ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. പാർട്ട് ബി. പാർട്ട് ബിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഡെപ്ത് കൂടിയ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലും ഉണ്ട്. ഫസ്റ്റ് പാർട്ടിലില്ല. ഈ ചാപ്റ്ററിൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, അടുത്ത ചാപ്റ്ററിലും ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, ഫസ്റ്റത്തെ ചാപ്റ്ററിലും ഡ്രാഫ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ എഴുതി പഠിച്ചാൽ മതി, അങ്ങനെ എഴുതണ്ടല്ലേ. അതിന്റെ ഇത് മനസ്സിലായാൽ മതി. അതെനക്ക് ഓർമ്മയിൽ വേണം. ടെൻഡറിന് എന്തൊക്കെ വേണം, മറ്റേ ആ സാധനങ്ങൾ വേണം. ഇതിലിപ്പോ ടോപ്പ് ഉണ്ടാവും, സ്പെസിഫിക് റിലീഫ് ആക്ട് ഉണ്ടാവും മെയിൻ ആയിട്ട്. സ്റ്റാമ്പ് ആക്ട് ഉണ്ട്. സ്റ്റാമ്പ് ആക്ട് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെയും കാര്യങ്ങളുടെ ഒക്കെ. പിന്നെ മോഡ്ഗേജ് ഡീഡ് ഒക്കെ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ വരിക. പിന്നെ ഗിഫ്റ്റ് ഡീഡ്, മോഡ്ഗേജ് ഡീഡ്, ഈ വക സാധനങ്ങളായിരിക്കും ഡ്രാഫ്റ്റ് ചെയ്യാൻ വരിക. ഏത്? അല്ല, ഈ സാധനം കൊടുത്താൽ മതി. നമുക്ക് ടെക്സ്റ്റ് നിന്ന് എടുക്കാം. അതായത് ഇനിയുള്ള പോർഷൻ ടെക്സ്റ്റ് നിന്ന് എടുത്തിട്ട് അടുത്ത ചാപ്റ്റർ വരുമ്പോ നമുക്ക് തിരിച്ച് എന്താ പറയാ ഇത് വെച്ചിട്ട് തന്നെ വരാം.
അതായത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വെയിറ്റേജ് ഉള്ളതുകൊണ്ട് കുറച്ച് ഇതാക്കിയിട്ട് പോണം. ബാറ്റിയിൽ ലാംഗ്വേജ് ഉണ്ടാവില്ല. അങ്ങനെ നൗ സ്പെസിഫിക് റിലീഫ് ആക്ട് എന്തിനുള്ളതാണ്? അതായത് എന്തെങ്കിലും കോമ്പൻസേഷനോ മറ്റു കാര്യങ്ങളൊക്കെ വേണം, ഡാമേജിന് കോമ്പൻസേഷൻ ഒക്കെ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റൂളുകൾ പറയുന്ന ആക്ട് ആണ് സ്പെസിഫിക് റിലീഫ് ആക്ട് 1963. ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപരിഹാരം എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് സ്പെസിഫിക് റിലീഫ് ആക്ട് ഓഫ് 1963. അത് പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ടാവും. അതായത് ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, നമ്മള് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ നഷ്ടപരിഹാരങ്ങൾ, മൂവബിൾ പ്രോപ്പർട്ടിയുടെ നഷ്ടപരിഹാരങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും നഷ്ടപരിഹാരങ്ങളെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ടാവും. അപ്പോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ പറ്റി പറയുന്ന നഷ്ടപരിഹാരങ്ങളും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. സോ വായിക്കാം. സെക്ഷൻ 5 എന്തിനെ കുറിച്ച്? എന്തൊരു കഷ്ടമാണ്. സെക്ഷൻ 5 എന്തിനെ കുറിച്ചിട്ടാണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ സ്പെസിഫിക് റിലീഫിനെ കുറിച്ചിട്ടാണ്. എന്താ പറയണേ? എ പേഴ്സൺ എൻടൈറ്റിൽഡ് ടു ദ പൊസഷൻ ഓഫ് എ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി may recover it in the manner provided by the Code of Civil Procedures 1908. Therefore, a civil suit may be filed by a party for recovering the possession of a immovable property. ഇത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് സെക്ഷൻ 5 എന്താ പറയുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വേറെ ആരെങ്കിലും കൈവശം അല്ലെങ്കിൽ കയറി താമസിക്കുകയോ കൈവശം വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തിരികെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് തിരികെ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അതിലുള്ള റിലീഫ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 5 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിക്കവറി ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏത് റൂൾ ഫോളോ ചെയ്യണം? കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ഫോളോ ചെയ്യുകയും വേണം. അത് പ്രകാരം എന്താ പറയണേ? നിങ്ങൾ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ സെക്ഷൻ 6 അതിന്റെ പ്രോവിഷൻസ് ആണ് പറയുന്നത്. അതായത് റിലേറ്റഡ് ടു സ്യൂട്ട് ബൈ പേഴ്സൺ ഡിസ്പോസ്ഡ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇറ്റ് സേസ് ദാറ്റ്, വായിക്കുക, if any person disposed without his consent of immovable property otherwise than in due course of law, he or any other person through whom he has been in possession or any person claiming through him may by suit recover possession thereof, notwithstanding any other title that may be set up in this suit. എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു, ഫസ്റ്റത്തെ എന്താ പറഞ്ഞ? ടൈറ്റിലിന്റെ റീപൊസിഷൻ ആണ്. എന്താണ്? നമ്മളുടെ പ്രോപ്പർട്ടിയാണ്, നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഇപ്പൊ മുതലാളി വേറെ ആളായിട്ടാണ് കാണുന്നത്. നമ്മളുടെ പ്രോപ്പർട്ടിയാണ്, ആധാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നികുതി അടച്ചിട്ട് അതിപ്പോ വേറെ ആളുടെ പേരിലാണെങ്കിൽ ഉള്ള റിലീഫാണ് സെക്ഷൻ 5. സെക്ഷൻ 6 എന്താ? നമ്മളുടെ പ്രോപ്പർട്ടി ടൈറ്റിൽ നമ്മളുടെ ഇതാ, പക്ഷെ കയറി താമസിക്കുന്നത് വേറെ ഒരുത്തരം എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് സെക്ഷൻ 6 പറയുന്നത്. എന്താ പറയണത്? നമ്മളുടെ പ്രോപ്പർട്ടി ആരെങ്കിലും ഡിസ്പോസസ് ചെയ്തിട്ടുണ്ട്, അത് നമ്മളുടെ കൺസെന്റ് കൂടാതെ ആണ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു സ്യൂട്ട് വഴി വേണം നമ്മൾ അതിന്റെ റിക്കവറി നടത്താൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെക്ഷൻ 5 എന്താ പറയണത്? ടൈറ്റിൽ നിങ്ങൾ വേറെ ആളുടെ പേരിലാണെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ നിങ്ങൾ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യണം. റീപൊസഷന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺസെന്റോട് കൂടാതെയാണ് വേറെ ആൾ കയറി താമസിക്കുന്നതെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സ്യൂട്ട് ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഹൗഎവർ, വായിക്കുക, നോ സ്യൂട്ട് അണ്ടർ സെക്ഷൻ 6. എന്താ പറയണേ?
അതായത് ഇതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ 11 മാസത്തെ എഗ്രിമെന്റ് ആണ് ഉണ്ടാവുക. 11 മാസം കഴിഞ്ഞ് ആ എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ലെങ്കിൽ 6 മാസം കൊണ്ട് അവരെ അവിടുന്ന് ഒഴിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് അത് സ്വന്തമായിട്ട് ക്ലെയിം ചെയ്യാനുള്ള അവസരം ഉണ്ട്. അപ്പൊ എന്താ പറയണേ, ആരെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി കയറി താമസിക്കേണ്ടത് നിങ്ങളുടെ അനുവാദത്തോട് കൂടിയാണെങ്കിൽ കയറി താമസിച്ച 6 മാസത്തിനുള്ളിൽ നമ്മൾ കംപ്ലൈന്റുമായി പോയിരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ എപ്പോഴത് പറ്റാത്ത രണ്ടാമത്തെ കേസ് എന്താ, ഗവൺമെന്റ് നമ്മളുടെ കയറി കൈയടക്കിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്ഷൻ 6 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത് വായിക്കാം, അപ്പീൽ ഓർ റിവ്യൂ. സോ എന്താ പറയണത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെക്ഷൻ 6 എന്തിനെ കുറിച്ചിട്ടാ പറയണേ, കയറി താമസിക്കലാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ പ്രോപ്പർട്ടിയിൽ വേറൊരു വ്യക്തി കയറി താമസിച്ചു എന്ന് വെക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെ. സ്യൂട്ട് ഫയൽ ചെയ്ത് ഇത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിനെ അവിടെ നിന്ന് ഇറക്കി വിടുമല്ലോ. ഈ വ്യക്തിക്ക് റിവ്യൂ ചെയ്യാനോ അപ്പീൽ ചെയ്യാനോ ഉള്ള അധികാരമല്ല. അതായത് ആ കേസ് അവിടെ തീർന്നു. റിവ്യൂ ചെയ്യാനോ അപ്പീൽ ചെയ്യാനോ പാടില്ല. ഇയാൾക്ക് എന്തിനുള്ള അവസരം മാത്രമേ ഉള്ളൂ, കൗണ്ടർ സ്യൂട്ട് കൊടുക്കാനുള്ള, വേറൊരു കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഹൗവർ ടു റിക്കവർ പൊസഷൻ thereof, however in an institute under section say, however suit to establish his title to such property and to recover possession thereof is not barred. എന്താ ചെയ്യാ പറയണേ, കൗണ്ടർ സ്യൂട്ട് കൊടുക്കാനുള്ള അധികാരം ബാർ ചെയ്തിട്ടില്ല, പക്ഷെ അപ്പീലോ റിവ്യൂയോ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 കീഴിലുള്ള ആദ്യത്തെ പ്രൊവിഷൻ എന്താണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്, സെക്ഷൻ 5ഉം സെക്ഷൻ 6ഉം. സെക്ഷൻ 5 പറയുന്നത് എന്താ, ആരും കയ്യേറിയിട്ടില്ല, പക്ഷെ ഓണർഷിപ്പിന്റെ പേരിൽ എന്നെ മാറ്റിപ്പോ വേറൊരാളാണ് എങ്കിൽ അത് റിക്കവർ ചെയ്യണമെങ്കിൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ഫോളോ ചെയ്യണം, സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യണം. ഓക്കെ. സെക്ഷൻ 6 എന്താ പറയണത്, എന്റെ പ്രോപ്പർട്ടി വേറെ ആരോ കൈയടക്കി വെച്ചിരിക്കുകയാണ്, അയാൾ കയറി താമസിക്കുകയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സ്യൂട്ട് ഫയൽ ചെയ്ത് അത് റിക്കവർ ചെയ്യണം. സ്യൂട്ട് ഫയൽ ചെയ്യാൻ പോകുമ്പോൾ എപ്പോ ഫയൽ ചെയ്യണം, 6 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ ഫയൽ ചെയ്യണം. ഗവൺമെന്റ് ആണെങ്കിൽ കാര്യമില്ല, ഫയൽ ചെയ്തിട്ട് ഇത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പാർട്ടിക്ക് അവിടെ അപ്പീലിനോ റിവ്യൂവിനോ ഉള്ള അവസരമില്ല, അവർക്ക് കൗണ്ടർ സ്യൂട്ട് കൊടുക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ, മൂവബിൾ പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത്. വായിക്കുക, സെക്ഷൻ 7. See. എന്താണ് SRA എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റിലീഫ് ആക്ട്. ഓക്കെ. എന്താണ് പറയുന്നത് സെക്ഷൻ 7? മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയണേ, മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും നിങ്ങൾ സെക്ഷൻ 5 എന്താണോ ചെയ്തത്, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്തു, സിവിൽ സ്യൂട്ട് കൊടുത്തു, അതേ പ്രൊസീജിയർ തന്നെയാണ് നിങ്ങൾ എവിടെയും ചെയ്യേണ്ടത്, മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ദെൻ സെക്ഷൻ 8 എന്താ പറയണത്, സോ അത് ഞാൻ പറഞ്ഞത് എന്താണ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടിനെ കുറിച്ച് പറയാം, ഏതെങ്കിലും ഒരു വ്യക്തി മൂവബിൾ പ്രോപ്പർട്ടി പൊസഷനിൽ വെച്ചിട്ടുണ്ട്, അത് അയാളുടേതല്ല എന്ന് അയാൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിന്റെ പൊസഷൻ അതിന്റെ ഒറിജിനൽ ഓണറിന് കൈമാറണം എന്നുള്ളതാണ് പറയുന്നത്. ഇൻ എനി ഓഫ് ദ ഫോളോയിങ് കേസസ്, താഴെ പറയുന്ന ഏത് കേസാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പൊസഷൻ ഒറിജിനൽ ഓണർക്ക് കൈമാറണം. ഇതൊക്കെ കംപ്ലൈന്റ് പോയി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യം പറയണത്, അല്ലാതെ വെറുതെ കൊടുക്കുന്ന കാര്യമല്ല. അപ്പൊ ഏതൊക്കെയാ കേസ്,
പ്ലെയിന്റിഫ് ആരാ? കംപ്ലൈന്റ് കൊടുക്കുന്ന ആള് പ്ലെയിന്റിഫ്, ആർക്കെതിരെ കൊടുക്കുന്നോ അയാൾ ഡിഫെൻഡന്റ്. ഓക്കെ, അപ്പൊ ഡിഫെൻഡന്റ് പ്ലെയിന്റിഫിന്റെ ആരാ? ഒറിജിനൽ ഓണറിന്റെ ആരാണ് ഡിഫെൻഡന്റ്? ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി ആണ്, അയാളെ ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ അയാൾ അവിടുന്ന് ഇറങ്ങി കൊടുക്കണില്ല എന്ന് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി തിരികെ കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ ഇമീഡിയറ്റ് പൊസഷൻ എന്ത് ചെയ്യണം? ഒറിജിനൽ ഓണർക്ക് കൊടുക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, പ്ലെയിന്റിഫ് എന്ന് പറഞ്ഞ ആരാ? ആക്ച്വൽ ഓണർ. പ്ലെയിന്റിഫ് ഡിഫെൻഡന്റിനെ ഏൽപ്പിച്ചു എന്ത്? ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഡിഫെൻഡന്റിനെ ഏൽപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഏജന്റ് ആയിട്ടോ ട്രസ്റ്റി ആയിട്ടോ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഏജന്റും ട്രസ്റ്റി എന്താ ചെയ്യുന്നത്? ഈ മൂവബിൾ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുക വേറൊരാൾക്കാണ്, അതാണ് ചെയ്യുക. അതിനു വേണ്ടി കൈവശം വെച്ചിരിക്കുകയാണ്. ഇപ്പോ ഓണർ ചോദിച്ചിട്ട് ഡിഫെൻഡന്റ് അത് തിരികെ കൊടുക്കണില്ല എങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത ഉടനെ എന്ത് ചെയ്തിരിക്കണം? ഡിഫെൻഡന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ പൊസഷൻ പ്ലെയിന്റിഫിന് കൊടുത്തിട്ടുണ്ടാവണം. 2, ഓക്കെ, ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? നമ്മൾ ഏജന്റോ ട്രസ്റ്റി ആയിട്ട് ഡിഫെൻഡന്റിനെ വെച്ചിട്ടുണ്ട്, അയാളുടെ അടുത്ത് ഈ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്, അയാൾ തിരികെ കൊടുക്കുന്നില്ല എങ്കിൽ ആ പ്രോപ്പർട്ടി തിരികെ കൊടുക്കണം. രണ്ടാമത്തെ സെനാരിയോ ഞാൻ പറഞ്ഞുതരാം. ഒറിജിനൽ ഓണർ ഡിഫെൻഡന്റിന്റെ അടുത്ത് ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അയാൾ ചോദിച്ചിട്ട് തിരികെ കൊടുക്കുന്നില്ല. പക്ഷെ ഡിഫെൻഡന്റ് എന്താ പറയണത്? ഈ പ്രോപ്പർട്ടിയുടെ തുകയായ 10,000 രൂപ ഞാൻ തിരികെ തരാം. ഫോർ എക്സാമ്പിൾ, ഈ പ്രോപ്പർട്ടിയുടെ വർത്ത് 10,000 രൂപയാണ്. ആ 10,000 രൂപ പൈസ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം, ഈ പ്രോപ്പർട്ടി ഞാൻ തരില്ല എന്ന് പറയാണ്. അപ്പൊ പ്ലെയിന്റിഫ് എന്താ പറയണത്? നിങ്ങളുടെ ഒരു കോമ്പൻസേഷൻ ഇൻ മണിയും എന്റെ ഡാമേജുകൾക്ക് കോമ്പൻസേഷൻ ആകില്ല എന്ന് പറയുകയാണെങ്കിലും ആ പ്രോപ്പർട്ടീനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആർക്ക് കൊടുക്കണം? പ്ലെയിന്റിഫിന് തിരികെ കൊടുത്തിരിക്കും. ക്ലിയർ ആണോ? ഒന്നാമത്തെ സെനാരിയോ ഞാൻ പറഞ്ഞു, ഞാൻ ഏജന്റ് ആയിട്ടോ ട്രസ്റ്റി ആയിട്ടോ ആണ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൈസ കൊടുക്കലൊന്നുമില്ല, ഡയറക്ട്ലി ഈ സാധനത്തിന്റെ പൊസിഷൻ കൊടുത്തേ പറ്റുള്ളൂ. 2, ഈ പൈസ കൊടുക്കാന്ന് പറഞ്ഞു, പക്ഷെ പ്ലെയിന്റിഫിന് അതിന്റെ ഡാമേജ് റിലീഫ് ആവുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ പൊസിഷൻ തിരികെ കൊടുത്തിരിക്കണം. ഇനി 3, ഈ പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ ഡാമേജ് അസർട്ടൈൻ ചെയ്യാൻ പറ്റാത്ത വിധമാണെങ്കിൽ, അതായത് ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതിന് ഡാമേജ് എത്ര വാല്യൂ വെക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിലും എന്ത് തിരികെ കൊടുത്തിരിക്കണം? ഈ മൂവബിൾ പ്രോപ്പർട്ടി തിരികെ കൊടുത്തിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമുക്ക് വാല്യൂ ചെയ്യാനേ പറ്റാത്തൊരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ആൾക്ക് അത്രയ്ക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്നുണ്ടെങ്കിലൊക്കെ അത് എന്ത് ചെയ്യണം? ഇമീഡിയറ്റ്ലി പൊസഷൻ ഡിഫെൻഡന്റ് കൊടുത്തിരിക്കണം. ദെൻ അതെ, പ്ലെയിന്റിഫിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കൻലി അയാൾ ട്രാൻസ്ഫർ ചെയ്ത് പോയ ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും അതെന്ത് ചെയ്യണം? തിരികെ ഇമീഡിയറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത് അപ്ലിക്കബിള്? ഇമീഡിയറ്റ് പൊസിഷൻ കൊടുക്കേണ്ടത് എപ്പോഴൊക്കെയാണ്? 1, ട്രസ്റ്റി ആയിട്ടോ ഏജന്റ് ആയിട്ടോ ആണ് ഡിഫെൻഡന്റിനെ വെച്ചിട്ടുള്ളതെങ്കിൽ. 2, പൈസ കൊണ്ട് അതിന്റെ ഡാമേജിനെ റിലീവ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ. 3, അതിന്റെ വാല്യൂ അളക്കാൻ പറ്റാത്തൊരു വാല്യൂ ഉള്ള ഒരു സാധനമാണെങ്കിൽ. 4, മിസ്റ്റേക്ക് കാരണം ട്രാൻസ്ഫർ ചെയ്ത് പോയതാണ് പ്ലെയിന്റിഫ് എങ്കിലും എന്ത് ചെയ്തിരിക്കണം? സെക്ഷൻ 8 പ്രകാരം ഇമീഡിയറ്റ് ആയിട്ട് പൊസഷൻ കൈമാറ്റം ചെയ്തിരിക്കണം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ നമ്മൾ 2 സെക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ആ സെക്ഷൻ? സെക്ഷൻ 5ഉം സെക്ഷൻ 6ഉം. സെക്ഷൻ 5 പറയുന്നത് എന്താണ്? ടൈറ്റിലാണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്കിൽ അപ്പൊ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയേഴ്സും സിവിൽ സ്യൂട്ടിലേക്കും അത് പോകും. സെക്ഷൻ 6 എന്താ പറയുന്നത്? പൊസഷൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു 2 സാഹചര്യത്തിൽ തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല. 1, 6 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് എങ്കിൽ 2 ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? സെക്ഷൻ 7 ആണ്, അത് മൂവബിൾ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ്. പറഞ്ഞു സെക്ഷൻ 5ൽ എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിള്. സെക്ഷൻ 8 പറയുന്നുണ്ട് എന്ത്? മൂവബിൾ പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ 4 കേസുകളിൽ ഇമീഡിയറ്റ് ആയിട്ട് പൊസഷൻ തിരികെ കൊടുത്തിരിക്കണം. ഏതൊക്കെയാണ് സാഹചര്യങ്ങള്? 1, ട്രസ്റ്റിയോ ഏജന്റോ ആയിട്ടാണ് ഡിഫെൻഡന്റിനെ വെച്ചിട്ടുള്ളത്. 2, പൈസ കൊടുത്തിട്ട് അതിന്റെ ഡാമേജിനെ ഇതാക്കാൻ പറ്റില്ല. 3,
എക്സ്ട്രീം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. 4 മിസ്റ്റേക്കുകളിലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ. നെക്സ്റ്റ്, സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. വായിക്കാം. Only as per the provisions provided under section 12 of SRA, which are as follows. The party to a contract is unable to perform the whole of his part of it, but the part which must be left unperformed to be only a small proportion to the whole in value and admits of compensation in money that the court may either use of either party direct the specific performance of a so much ഡെഫിഷ്യൻസി. എന്താ അവിടെ പറയണത്? ഇതിനി പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് 2 പാർട്ടികൾ തമ്മിൽ ഇടുന്നു, പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടി പെർഫോമൻസ് ചെയ്യാൻ വിട്ടുപോവുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 12 പ്രകാരം പെർഫോമൻസ് ആവശ്യപ്പെട്ട് കോടതിയിൽ കംപ്ലൈന്റ് കൊടുക്കാം, അല്ലെങ്കിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ആ കേസിൽ കോടതി എന്താ പറയാന്നുള്ളതാണ് സെക്ഷൻ 12 പറയുന്നത്. 1, ഒരു എഗ്രിമെന്റിൽ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു, ആ പെർഫോമൻസിന്റെ മൊത്തമായിട്ടും അയാൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പകുതി പോർഷനോ പോർഷനോ അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ കോടതി എന്തു പറയും? ആ പെർഫോമൻസ് ചെയ്യാൻ പറയും. ഇനി ഏതെങ്കിലും അതിലെ ചെറിയ പോർഷൻ അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അതിന് പകരമുള്ള കോമ്പൻസേഷൻ കൊടുക്കാനും പറയും. അതാണ് ഒന്നാമത്തെ കോടതി കൊടുക്കുന്ന വിധി. 2, all of his part of it and in the part which must be left unperformed either forms a considerable part of the whole through admitting of compensation money or does not admit the compensation money is not entitled to obtain the decree for special performance, but the court may at the suit of the other party direct the party in default to perform specifically so much of the contract as he can perform if the other party in the providing other clause. So first എന്താ പറയണത്? Now ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ആ എഗ്രിമെന്റ് പെർഫോം ചെയ്യാൻ ആൾക്ക് കഴിയും എങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതൊക്കെ പെർഫോം ചെയ്യുക, ബാക്കിയുള്ളതിന് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തത് മൊത്തമായിട്ടും പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിന്റെയും കോമ്പൻസേഷൻ കൊടുക്കുക. അതാണ് ഫസ്റ്റത്തെ പറയണത്. മൊത്ത കോൺട്രാക്റ്റും അയാൾക്ക് ഫസ്റ്റത്തിൽ എന്താ പറഞ്ഞേ? പാർട്ട് അയാൾക്ക് പെർഫോം ചെയ്യാൻ കഴിയും, അപ്പൊ എന്ത് ചെയ്യാ? ആ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക, ബാക്കിയുള്ളത് കോമ്പൻസേഷൻ കൊടുക്കുക. രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞത്? മൊത്തമായിട്ടും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിന് എത്രയാണോ കോമ്പൻസേഷൻ ഉള്ളത് മൊത്തമായിട്ട് കൊടുക്കുക. ഓക്കെ, ഇതെന്താ പറയണത്? കോമ്പൻസേഷൻ കൊടുക്കാനും അയാൾ തയ്യാറായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കോർട്ട് പറയുന്നത് പറ്റാവുന്ന പെർഫോമൻസ് നിങ്ങൾക്ക് ചെയ്യാൻ, പറ്റാവുന്ന പെർഫോമൻസ് അവരോട് ചെയ്യാൻ പറയും. ദെൻ ആ ക്ലോസ് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ, അയ്യോ പറയാ വായിക്കും. Has paid the agreed consideration for the whole of the contract reduced by the consideration of the party. So എന്താ പറയണത്? ഫസ്റ്റത്തെ കേസ് എന്താ പറയണത്? ഫസ്റ്റത്തെ കേസ് അതായത് മൊത്തമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും. ഈ പറഞ്ഞ കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ കൊടുക്കാൻ അവർ എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറയും. പെർഫോം ചെയ്തിട്ട് എത്രത്തോളമാണ് അവർക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ പറയും. ബാക്കിയുള്ള കൺസിഡറേഷൻ കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കാൻ പറയും. ദെൻ മൂന്നാമത്തെ സെനാരിയോ എന്താ? മൊത്തമായിട്ടുള്ള കൺസിഡറേഷൻ അവർക്ക് തിരികെ കൊടുക്കാം. ദെൻ all claims to the performance of the remaining part of the contract and all right to compensation. ഇത്തരം ഡിഫോൾട്ട് കാരണം അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ ഡാമേജോ വരുന്നുണ്ടെങ്കിൽ അതും കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? ഡിഫെൻഡന്റിനാണ്. അപ്പൊ എന്താ അവിടെ പറയണത്? സ്പെസിഫിക് പെർഫോമൻസിന്റെ കാര്യത്തിൽ എന്താ പറയണത്? ഫസ്റ്റത്തെ കേസ് എന്തായിരുന്നു? ടോപ്പ് 1 കേസ് എഗ്രിമെന്റ് എൻട്രി ചെയ്തു, പെർഫോം ചെയ്തില്ല, ബട്ട് പാർട്ട് പെർഫോമൻസ് അവർക്ക് ചെയ്യാൻ കഴിയും എങ്കിൽ പാർട്ട് പെർഫോമൻസ് ചെയ്യുക, ബാക്കിയുള്ളതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കുക. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? മൊത്ത പെർഫോമൻസ് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എങ്കിൽ കോടതി എന്താ പറയാ?
മൊത്ത കോമ്പൻസേഷൻ ഒന്നെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കോടതി എന്ത് പറയും, കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുമെങ്കിൽ പെർഫോം ചെയ്യുക. പെർഫോം ഏതുവരെയാണോ ചെയ്ത് അതിന്റെ പെർഫോമൻസ് ഏറ്റെടുക്കുക, ബാക്കിയുള്ളത് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിന്റെ ഒപ്പം വന്ന ഡാമേജുകൾ എന്താ ചെയ്യുക, ആ ഡാമേജും ആര് വേണം ചെയ്യാന്, ഡിഫൻഡന്റ് വേണം കൊടുക്കാൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ought to be specifically perform stand on a separate and independent footing from another part of the same contract, which cannot be ought not to be specifically performed or may interact specific components of the former part. എന്താ അവിടെ പറയണത്, ഒരു കോൺട്രാക്ട് എൻട്രി ചെയ്തു, കോൺട്രാക്ടിന് 2 പാർട്ട് ഉണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. എന്താ പാർട്ട് എ പറയണത്, ഞങ്ങള് തറ മുതൽ ബീം വരെയുള്ള പണി ചെയ്തോളാം, അതാണ് പാർട്ട് എ. ബീമിന് ശേഷമുള്ള പണി ചെയ്തോളാം എന്നുള്ളതാണ് പാർട്ട് ബി. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ പറയാണ് പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ട് അവർ പറയാണ് ഞങ്ങൾ പാർട്ട് എ മാത്രം ചെയ്തോളാം, ബാക്കിയുള്ളതിന്റെ കോമ്പൻസേഷൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാലും കോടതി ചിലപ്പോൾ സമ്മതിക്കൂല. എന്താ കാരണം, ഈ പാർട്ട് എ ചെയ്താൽ മാത്രമേ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കോടതി എന്ത് പറയും, കോമ്പൻസേഷൻ റദ്ദാക്കിയിട്ട് എൻറ്റയർ പെർഫോമൻസ് അവരോട് ചെയ്യാൻ പറയും. അതാണ് മൂന്നാമത്തെ സെഗ്മെന്റ് പറയുന്നത്. ഓക്കെ, സോ ഇത് വായിക്കുക. എക്സ് ആൻഡ് വൈ entered into a contract to y. ഇതാണ് പറഞ്ഞത്. ഇത് ഫസ്റ്റത്തെ എക്സാമ്പിളില്ലേ പാർട്ടിലി, അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോ സ്പെസിഫിക് പെർഫോമൻസിന്റെ കാര്യത്തിൽ എന്താ പറയണത്, സ്പെസിഫിക് പെർഫോമൻസിന്റെ കാര്യത്തിൽ എന്താ പറയുന്നത്, മെയിൻ ആയിട്ട് 3 സാഹചര്യങ്ങളെയാണ് അവിടെ പറയുന്നത്. ഒന്ന്, പെർഫോമൻസ് അവകാശപ്പെട്ടാൽ, നമ്മൾ എഗ്രിമെന്റ് എഴുതിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ കോടതി എന്തൊക്കെ വിധികളാണ് പറയുക. ഒന്നാമത്തെ സാഹചര്യം, ഇവർക്ക് മൊത്തമായി പെർഫോം ചെയ്യാൻ കഴിയില്ല, പാർട്ടിയാണ് പെർഫോം ചെയ്തെങ്കിൽ അവരോട് പെർഫോം ചെയ്യാൻ പറയും, ബാക്കിയുള്ളതിന്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും. 2, മൊത്തമായിട്ടും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ മൊത്തമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ പറയുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, കോമ്പൻസേഷൻ കൊടുക്കാൻ അവർ റെഡി അല്ല എന്നുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യാൻ പറയും, പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറയും, ബാക്കിയുള്ളത് കോമ്പൻസേഷൻ കൊടുക്കാനും പറയും. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ പറയണത്, ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഡാമേജ്, ടൈം നീണ്ടുപോയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും ആര് കൊടുക്കണം, ഡിഫൻഡന്റ് കൊടുക്കണം എന്ന് പറയാം. മൂന്നാമത്തെ പോയിന്റ് എന്താ, മൂന്നാമത്തെ, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിന് അതിന് 2 പാർട്ടുകളോ 3 പാർട്ടുകളോ ഉണ്ട്, ആദ്യത്തെ പാർട്ടുകൾ ചെയ്യാതെ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ കോടതി എന്താ പറയാ, മൊത്തമായിട്ട് നിങ്ങൾ അത് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് അത് ചെയ്തു കൊടുക്കാനും കോടതി പറയും. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് സ്പെസിഫിക് പെർഫോമൻസിൽ ഉള്ളത്. അപ്പൊ 3 എന്താ നമ്മൾ പഠിച്ചത്, സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 3 എന്താ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ടൈറ്റില് വേറൊരാൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 കീഴിൽ. പിന്നെ പൊസഷൻ, അപ്പോ ഫസ്റ്റ് അപ്പോഴും സെക്ഷൻ 5 എന്താണോ പറഞ്ഞത് അത് തന്നെ ചെയ്യാ എന്നാണോ? അല്ല. സെക്ഷൻ 6 എന്താ പറയുന്നത്, അപ്പോഴും സൂട്ട് ഫയൽ ചെയ്യുക. സൂട്ട് ഫയൽ ചെയ്തതിനു ശേഷം 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. ഗവൺമെന്റ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിലും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ പൊസഷൻ തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്ക് അപ്പീലിനും പോകാൻ പാടില്ല, റിവ്യൂവിനും പോകാൻ പാടില്ല, അവർക്ക് കൗണ്ടർ സ്യൂട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. Then 7
സിവിൽ സ്യൂട്ട് തന്നെ പറയുന്നത്. പിന്നെ 8 പറയുന്നത് ഉണ്ട്, സെക്ഷൻ 8 ഉണ്ട്. 8 ആണ് പാർട്ട്ലി ചെയ്യാൻ. അതൊക്കെ പെർഫോമൻസ് ഉണ്ട്, അത് സെക്ഷൻ 12 ആണ്. മൂവബിൾ പ്രോപ്പർട്ടിയെ പറ്റി തന്നെയാണ് ഡിഫൻഡന്റും പ്ലെയിന്റിഫും. 4 കേസുകളില് ഇമ്മീഡിയറ്റ് ആയിട്ട് പൊസഷൻ കൊടുത്തിരിക്കണം. പ്ലെയിന്റിഫ് ഡിഫൻഡന്റിനെ ഏജന്റോ ട്രസ്റ്റിയോ ആയിട്ടാണ് പിന്നെ പറ്റും ഇമ്മീഡിയറ്റ് പൊസഷൻ കൊടുക്കണം. പിന്നെ പൈസ ഓഫ് ചെയ്താൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ വിലമതിക്കുക കൃഷി സാധനം ഉണ്ടെങ്കിൽ പറ്റൂല. നാലാമത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണെങ്കിൽ. പിന്നെ സെക്ഷൻ 12 അതിന് എന്തെങ്കിലും പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഫസ്റ്റ് സിനാരിയോയില് ചെയ്യണം. എന്താണ് ചെയ്തെടുക്കുക വെച്ചാൽ ചെയ്തെടുക്കുക, ബാക്കിയുള്ളത് പേയ്മെന്റ് ചെയ്തെടുക്കുക, ബാക്കി കൺസിഡറേഷൻ കൊടുക്കുക. മറ്റ് രണ്ടാമത്തെ ഫസ്റ്റത്തേല് പാർട്ട്ലി പെർഫോം ചെയ്തിട്ടുണ്ട്, ബാക്കി പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളതിന്റെ കോമ്പൻസേഷൻ കൊടുക്കുക. രണ്ടാമത്തത് മൊത്തമായും പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മൊത്തമായി കോമ്പൻസേഷൻ കൊടുക്കുക. അപ്പോ കോമ്പൻസേഷൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണില്ല എന്നുണ്ടെങ്കിൽ പെർഫോം ചെയ്ത് കൊടുക്കുക, എത്രത്തോളാണോ പെർഫോം ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളതിന് കോമ്പൻസേഷൻ കൊടുക്കുക. പിന്നെന്താ പറയണേ, ഇതിന് ഈ ഡിലേ കാരണം എന്തെങ്കിലും കോമ്പൻസേഷൻ മീൻസ് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടില്ലെങ്കിൽ അതും ഡിഫൻഡന്റ് കൊടുക്കണം. മൂന്നാമത്തത് എന്താ പറയണത്, ഒരു എഗ്രിമെന്റില് 3-4 പാർട്സ് ഉണ്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ ആ 3-4 പാർട്ടും ഇവരെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ മൊത്തമായ പെർഫോമൻസ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാ പഠിച്ച്, എന്തൊക്കെ കോൺട്രാക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? കോൺട്രാക്ട് എന്താന്ന് പഠിച്ചു, ഓഫർ എന്താന്ന് പഠിച്ചു, എസെൻഷ്യൽസ് ഓഫ് ഓഫർ എന്താന്ന് പഠിച്ചു, അക്സെപ്റ്റൻസ് എന്താന്ന് പഠിച്ചു, എസെൻഷ്യൽസ് ഓഫ് അക്സെപ്റ്റൻസ് എന്താന്ന് പഠിച്ചു, അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു, എപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക പഠിച്ചു, അക്സെപ്റ്റൻസ് എപ്പോൾ കംപ്ലീറ്റ് ആവുമെന്ന് പഠിച്ചു, റിവോക്കേഷൻ എപ്പോൾ കംപ്ലീറ്റ് ആവുമെന്ന് പഠിച്ചു. പിന്നെ അങ്ങോട്ട് എത്തിയില്ല, അതിനെ മുമ്പ് ഇനിയുണ്ട്. അതിന്റെയൊക്കെ മുമ്പ് പ്രപ്പോസൽ എന്താന്ന് പഠിച്ചു, ദെൻ ഡോക്ട്രീൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താന്ന് പഠിച്ചു, അതിന്റെ എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, ദെൻ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്, ഫ്രോഡ് നമ്മൾ പഠിച്ചു. പിന്നെ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് നമ്മൾ പഠിച്ചു, ആരൊക്കെയാണ് ഇൻകോമ്പീറ്റന്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു, ദെൻ എന്താണ് കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ,